ജയിനമ്മ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വീണ്ടും ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുന്നു. ഗ്രൗണ്ട് പെട്രോണൈറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് പരിശോധന. 2.5 ഏക്കർ പറമ്പിൽ സ്ത്രീകളുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ചേർത്തലയിലെ നിരവധി യുവതികളുടെ തിരോധാന കേസുകളിലും സെബാസ്റ്റ്യന്റെ പങ്ക് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ആലപ്പുഴ ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട പഴുതടച്ച അന്വേഷണങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. ക്രൈംബ്രാഞ്ചിൽ വലിയ രീതിയിലുള്ള തെളിവെടുപ്പ് ഇപ്പോൾ നടത്തുകയാണ്. ഈ പ്രതി സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ മൊഴിയടക്കം എടുക്കുകയും ഇയാളുടെ സുഹൃത്തിൻ്റെ മൊഴിയടക്കം എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം 2.5 ഏക്കർ പറമ്പിൽ സ്ത്രീകളുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘമുണ്ട്. ഈ ചേർത്തലയിലെ നിരവധി യുവതികളുടെ തിരോധാന കേസുകളിലും സെബാസ്റ്റ്യന്റെ പങ്ക് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഷൈജു വീണ്ടും ചേരുകയാണ്. ഷൈജു, ഈ ചേർത്തലയുമായി ബന്ധപ്പെട്ട മിസ്സിംഗ് കേസുകളിൽ, പ്രത്യേകിച്ച് യുവതികളുടെ മിസ്സിംഗ് കേസുകളിൽ ഈ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നാണോ ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക അന്വേഷണം ഈ ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ടോ? എന്താണ് വാർത്തയുടെ വിവരം? അജി, ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു എന്നതാണ്. കാരണം ഇതിൽ ഈ സെബാസ്റ്റ്യൻ ഈ തിരോധാന കേസിൽ എന്തെല്ലാം തരത്തിൽ പങ്കുണ്ടോ എന്നത് അറിയണമെങ്കിൽ ചില തെളിവുകൾ കിട്ടണം. ആ തെളിവുകൾ എന്നത് ഈ കാണാതായവരുടെ മൃതദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുക, അതാണ് ഇതിൽ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അന്വേഷണ സംഘം കഴിഞ്ഞ കുറേ ദിവസമായി നടത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നടത്തിയ തെളിവെടുപ്പിൽ ചില അസ്ഥികൾ കിട്ടി എന്നത് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായൊരു കണ്ടെത്തലുകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ ഈ 2.5 ഏക്കർ സ്ഥലത്ത് കാര്യമായ ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ഗ്രൗണ്ട് പെട്രോണൈറ്റ് റഡാർ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് നടത്തുന്നത്. ഇന്ന് ഏതാണ്ട് 12 മണിക്ക് ശേഷം നടത്തിയ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ റഡാർ ഉപയോഗിച്ച് ഈ പരിശോധന നടത്തുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഒരു സ്പോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവിടം തുറന്ന് പരിശോധിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ഇന്ന് സെബാസ്റ്റ്യനെ എത്തിച്ചിട്ടില്ല. പക്ഷേ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ആണ് ഈ അന്വേഷണം ഇന്ന് ഇപ്പോൾ ഈ പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് അവർ ഈ പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പിളുകൾ ലഭിച്ചാൽ അത് പരിശോധനയ്ക്ക് അയക്കുക എന്ന പതിവ് രീതിയിലേക്കായിരിക്കും കടക്കുക. എന്തായാലും കുറച്ചുകൂടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലാണ് ഇന്ന് ഈ പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ പോലീസ്, അതായത് ക്രൈംബ്രാഞ്ച് സംഘം ഉള്ളത്. ആ അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം അരിച്ചു പെറുക്കി ഇന്നും പരിശോധന നടത്തുന്നത്. അതിൽ സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി തേടിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പരിശോധനയുടെ പ്രത്യേകത. ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യന്റെ ഭാര്യയും ഒപ്പം തന്നെ സുഹൃത്തിനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അജി, അതായത് ഈ കോട്ടയം ഏറ്റുമാനൂരിലുള്ള ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം ഇപ്പോൾ ഈ നിർണായക ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോവുകയും കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയുമൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ഈ സെബാസ്റ്റ്യനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും നാളെ ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയും ചെയ്യും. ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനുള്ളിൽ തന്നെ പരമാവധി ചോദ്യം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടാണ് സെബാസ്റ്റ്യൻ്റെ ഭാര്യ അടക്കമുള്ള ആളുകളിൽ നിന്നും മൊഴിയെടുക്കുന്ന രീതി അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. കോട്ടയം കേന്ദ്രീകരിച്ച് അത്തരം ഒരു അന്വേഷണത്തിലേക്ക് കോട്ടയം ക്രൈംബ്രാഞ്ച് നീങ്ങുമ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇന്ന് വീട് പരിസരവും അരിച്ചുപെറുക്കി പരിശോധിക്കുന്നതിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. ഏത് വിധേനയും ഈ തിരോധാന കേസിൽ ഒരു തുമ്പുണ്ടാക്കിയെടുത്ത് സെബാസ്റ്റ്യനിലുള്ള സാഹചര്യ തെളിവുകളെ കൂടുതൽ വ്യക്തമായ തെളിവുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. ഈ ശേഖരിച്ച വസ്തുക്കളുടെ പരിശോധനാ ഫലം കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ സെബാസ്റ്റ്യനെ പ്രതി ചേർത്ത് മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിയൂ. അതിനുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ചേർത്തലയും കോട്ടയും ഒക്കെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും. ഇടവേള.